നടന്ന് എർട്ടിൻ്റെ ഒക്കെ അടുത്തെത്തി. ഇവിടെ ഫുഡ് റെഡിയാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഫുഡും ഇതുമെല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. നടുക്കുള്ള ഇതിൽ നിന്നാണ് അവിടെ പോയിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആൾക്കാരുണ്ട്. ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെയുള്ള അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച ക്യാമ്പിനേക്കാളും ഇവിടെ നല്ലതാണ്. സാധാരണ ക്യാമ്പുകളിലൊക്കെ മറ്റേ കുഴിയാണ് തന്നെ. പക്ഷേ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്, വാട്ടറുണ്ട്, കുളിക്കാൻ ഷവറുണ്ട്. അങ്ങേറ്റത്ത് ഷവർ കൊടുത്തിട്ടുണ്ട്. ഷവറാണ്. നമ്മുടെ ഗൈഡ് നമ്മുടെ എർട്ടിലോട്ട് കൊണ്ടുപോവാണ്. നമ്മുടെ എർട്ടാണ് ഇത്. എർട്ടിൻ്റെ നമ്പറുണ്ട്. നമ്മുടെ എർട്ടിൻ്റെ നമ്പർ എത്ര? നമ്മുടെ എർട്ടിൻ്റെ നമ്പർ 10. നമ്മുടെ എർട്ടിൻ്റെ നമ്പറാണ് 10. ഇതാണ് നമ്മുടെ എർട്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തണുക്കുമായിരിക്കും അല്ലേ? തണുക്കുമായിരിക്കും. 3 കെട്ടിലുള്ളോ? നമ്മുടെ എർട്ട് പൂട്ടി നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. പൂട്ടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് പൂട്ടി ഒരു കീയൊക്കെ താഴിട്ട് പൂട്ടാം. നമ്മുടെ 10 സോളാർ വെച്ചിട്ടുണ്ട് അകത്ത് വെട്ടത്തിന് വേണ്ടി. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. നിങ്ങളുടെയൊക്കെ എത്രയാണ് നമ്പർ ലഭിച്ചേട്ടാ? 8. ലിയോസിൻ്റെയൊക്കെ 10 ഞങ്ങളുടെയാ. നമുക്കിവിടെ വന്നിട്ട് ഫസ്റ്റ് കോഴ്സായിട്ട് ഡിന്നറിന് സൂപ്പാണ് തന്നത്. പിന്നെ അതിൻ്റെ കൂടെ നൂഡിൽസ് വലിയൊരു സാധനവും സാലഡും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പുലാവും ശീഷും എല്ലാം തന്നെ. പിന്നെ ഗ്രീൻ ടീ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഷഷ്ലിക്കയും പുലാവ് റൈസും കിട്ടി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഴ്സായിട്ട് ഗ്രീൻ ടീ ഉണ്ട്, ഷഷ്ലിക്ക, അതിൻ്റെ കൂടെ സോസ്. ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. ഇനി ജസ്റ്റ് നമ്മുടെ ക്രിയേറ്ററിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം. അവിടെ പോയിട്ട് ഒന്നോടെ ഒന്ന് കാണാം. ഈവനിങ് ആയി. രാത്രിയിൽ പിന്നെ ഒന്ന് പോകണം. ആണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ ക്യാമ്പിൻ്റെ. കുറേ ഉണ്ട്. ഒരു ഒട്ടകം ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ അങ്ങേറ്റത്താണ് നമുക്ക് പോകേണ്ടത്. ഈ ഫുട്പാത്തിൻ്റെ അങ്ങേറ്റം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തുർക്ക്മെനിസ്ഥാനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദേശത്താണ്. നമ്മുടെ ഈ അഡ്വഞ്ചറസ് ട്രിപ്പിലെ ഒരു മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അറാൾസി പോയിരുന്നു. ഇത് ഡർവാസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഒരു മരുഭൂമിയാണ്. ചുറ്റും കാണാം മരുഭൂമിയാണ്. ഇവിടെ ഇന്ന് നമ്മൾ താമസിക്കുന്നത് ആ കാണുന്നത് പോലുള്ള ടെൻറ്റിലാണ്. മരുഭൂമിയുടെ നടുക്കുള്ള ഒരു ടെൻറ്റാണ്. ഇവിടെ ബാർബിക്യൂ ചെയ്ത ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടെൻറ്റിൽ നമ്മൾ സ്റ്റേ. മരുഭൂമിയിലൂടെ നമ്മൾ ഒരു 5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് പക്ക ഓഫ് റോഡ് ഡ്രൈവ് ചെയ്താണ് നമ്മൾ വരുന്നത്. നമുക്ക് തനിയെ മരുഭൂമിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ലാൻഡ് ക്രൂയിസർ അതിന് മാത്രമാണ്. ഇതിൻ്റെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ് ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇത് പ്രധാനമായും ഇത് ലക്ഷ്യം വെച്ച്, ഈ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ തുർക്ക്മെനിസ്ഥാനിലേക്ക് വിസ എടുത്തതും ഇങ്ങോട്ടേക്ക് വന്നതും. നമ്മുടെ ഈ സെൻട്രൽ ഏഷ്യൻ ട്രിപ്പിൽ നമുക്ക് വിസയ്ക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വന്നതും ഈ തുർക്ക്മെനിസ്ഥാനിലേക്ക് എത്തുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശത്താണ്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഈ ഗ്യാസ് ക്രൈറ്ററാണ്. ഇതിനെ ദർവാസ ഗ്യാസ് ക്രൈറ്റർ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. ഇതിനെ ഒരു ഡോർ ടു ദി ഹെൽ എന്നൊരു ഇംഗ്ലീഷിൽ പറയും. ദർവാസ എന്ന വാക്കിൻ്റെ അർത്ഥം
ഡോർ ടു ദി ഹെൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അപ്പോൾ ഈ കാണുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ഏതാണ്ടൊരു 30 കിലോമീറ്റർ ചുറ്റളവിൽ 30 കിലോമീറ്റർ റേഡിയസിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയ ശേഖരമുണ്ട്. അത് കണ്ടെത്തുന്നതിനായും അത് ഉപയോഗപ്പെടുത്തുന്നതിനുമായിട്ടും 71 അതായത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ അംഗരാഷ്ട്രമായിരുന്നു തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ജിയോളജിസ്റ്റുകൾ ഈ ഭാഗത്തെല്ലാം സർവേ നടത്തുകയും പലയിടങ്ങളിലും ഡ്രില്ലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് അവർ വന്ന് ഡ്രില്ല് ചെയ്തപ്പോൾ ഈ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മരുഭൂമിയാണ്. ഈ മരുഭൂമിയുടെ ഒരു പ്രത്യേകതരം മണ്ണിൻ്റെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഡ്രില്ല് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരു പ്ലംബിങ്ങിനോ അല്ലെങ്കിൽ പൈപ്പ് ലൈനോ ഇടുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരുന്നു. കാരണം ഈ മണ്ണ് ഡ്രില്ല് ചെയ്യുന്നതനുസരിച്ച് സൈഡിലേക്ക് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്ന ഒരു പ്രവണതയായിരുന്നു ഈ പ്രദേശത്തെ ഭൂമിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്കത് ഫലപ്രദമായി പ്ലംബിങ് വഴി ഗ്യാസ് എക്സ്കവേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരികയുണ്ടായി. അതുകൊണ്ട് അതേസമയം ഗ്യാസ് അവർ കണ്ടെത്തുകയും ചെയ്തു. ഈ ഗ്യാസ് കണ്ടെത്തി അത് പുറത്തേക്ക് വെറുതെ പോകുന്നത് അന്തരീക്ഷ മലിനീകരണം, അതായത് ഹെവിലി പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കത്താതെ പുറത്തേക്ക് പോകുന്ന നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രശ്നം, ഇവിടെ ഈ മരുഭൂമിയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഷീപ്പ്, ഗോട്ട് അതുപോലുള്ള ജീവികളൊക്കെ ഉണ്ട്. ആ ജീവികളെല്ലാം ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെന്ന് ചാടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഇവർ അന്നേരം ആ ഗ്യാസ് പുറത്തേക്ക് വരുന്നത് ജസ്റ്റ് അങ്ങ് കത്തിച്ച് കളയാം എന്നുള്ള നിലയ്ക്ക് 1971 അവർ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തു. അപ്പോൾ അന്ന് ഫയർ ചെയ്തിട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇത് 2-3 ദിവസം കത്തി ആ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇതങ്ങ് തീരുമ്പോൾ അതങ്ങ് തനിയെ കെട്ടുപൊക്കോളും എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന ഈ തീഗോളം കഴിഞ്ഞ 50-ലേറെ വർഷമായി, അതായത് 1971 മുതൽ ഇന്ന് വരെ അത് നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് മുൻകാലങ്ങളിൽ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് നോക്കിയാൽ കാണാം. നമ്മൾ നിൽക്കുന്ന ഇതിന് മുകളിൽ വരെ ഇതിൻ്റെ തീ ജ്വാല കത്തി ഉയർന്നു വരുമായിരുന്നു. ഇന്ന് അത്രയും ഉയരത്തിൽ ഇത് വരുന്നില്ല. ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം ആണ് ഇതിൻ്റെ തീ കത്തുന്നത്. എങ്കിൽ പോലും ഏതാണ്ട് 300 ക്യൂബിക് മീറ്ററാണ് ഒരു ദിവസം, 300 ക്യൂബിക് മീറ്റർ ഗ്യാസാണ് ഓരോ ദിവസവും ഇവിടെ കത്തി ചാമ്പലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ തീയുടെ ചൂട് എന്ന് പറയുന്നത് അതിഭീകരമായ, നമുക്കിവിടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ശരിക്കും നമുക്ക് പൊള്ളലേക്കുന്ന രീതിയിലുള്ളൊരു ചൂടുണ്ട്. അപ്പോൾ അത്രയും വലിയ ചൂടിൽ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ അത്ഭുത പ്രതിഭാസമായിട്ട് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനായി നമുക്ക് വിസ ചിലവടക്കം നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ സത്യം പറഞ്ഞാൽ എത്തുന്നത്. അത് ഒരു നഷ്ടബോധം ഇവിടെ എത്തിയതിൽ നമുക്കില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനം തന്നെ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്യാസ് ക്രേറ്ററിന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീസെൻ്റ്ലി ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസ് അവർ ഇത് വെറുതെ കത്തിപ്പോകുന്നത് മൂടിക്കളയാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഗ്യാസ് എങ്ങനെ ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ പല ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇനി ഈ നിൽക്കുന്ന പ്രദേശത്തിന് അണ്ടർഗ്രൗണ്ടിലൂടെ പൈപ്പ് ലൈൻ ഇട്ട് കുറേ അകലെ ഒരു പ്ലാന്റ് വെച്ച് അങ്ങനെ ഇത് സംഭരിക്കാനുള്ള ഒരു പരീക്ഷണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഈ ഗ്യാസ് ക്രേറ്റർ മൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗവൺമെൻറ് ഇത് മൂട്ടിക്കളയും. എന്നിട്ട് ഈ ഗ്യാസ്, കാരണം ഇത് 2-3 ദിവസം മാത്രം കത്തിത്തീരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗ്യാസാണ് ഈ 50-ലേറെ വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിന് താഴേക്ക് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഗ്യാസ് ഇനിയും ലഭ്യമാണ്. മാത്രമല്ല 30 കിലോമീറ്റർ റേഡിയസിൽ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നും വളരെ വിപുലമായ ഗ്യാസ് സമ്പത്ത് ഇവിടെ ഉണ്ട്. തുർക്ക്മെനിസ്ഥാൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന പങ്കും ഈ ഗ്യാസിൻ്റെ വരുമാനമാണ്. നമ്മുടെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കുമെല്ലാം പൈപ്പ് ലൈൻ വഴി ഇവിടുന്ന് നാച്ചുറൽ ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ ആ കലവറ
അവർ വെറുതെ കത്തിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. രാത്രി 8:30 9 മണിയായേ. അപ്പോഴാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. നമ്മൾ ഈ രാത്രി വ്യൂ ഒന്ന് കാണാൻ വന്നതാണ്. ഇതിങ്ങനെ ചുട്ട് പഴുത്തിരിക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ രാത്രിയിൽ. ഈ പ്രദേശം മൊത്തം ഇങ്ങനെ ഈ കളറിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നാലും ഇത് തന്നെയാണ്. നമ്മുടെ ഫേസ് കിട്ടില്ല, ബിക്കോസ് ഇതിൻ്റെ ഈ ഗ്ലോ കാരണം നമ്മുടെ ഫേസ് ഒന്നും കിട്ടില്ല. ഇനി നമുക്കിത് അങ്ങ് അവിടെ കാണുന്ന ആ കുന്ന് കണ്ടോ, ആ കുന്നിൻ്റെ മണ്ടയിൽ പോയി ഇന്ന് മുകളിൽ പോയി നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഉള്ളൊരു വ്യൂ കാണണം. അവിടെ വരെ നടക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കണം. അതിൻ്റെ താഴത്തോടെയാണ് നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല രസമായിരിക്കും എന്ന് പറയുന്നു. പിന്നെ സൂര്യൻ അസ്തമയിക്കണം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് നമ്മൾ കുളിക്കുകയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ കുളിക്കുകയല്ല, ഫുഡ് കഴിക്കണതുകൊണ്ട് നമുക്ക് അത് കാണാൻ പോകാൻ സമയം കിട്ടിയില്ല. ഇനി അവിടെ പോയി വന്നിട്ട് ഇത് ഇവിടെ ഇച്ചിരേട്ടം ഇതൊന്ന് ഈ രാത്രിയിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂവും കണ്ട് വന്നിട്ട് വേണം കുളിക്കാനൊക്കെ. ഇപ്പോൾ ചെറിയ തണുപ്പ് തുടങ്ങി ചൂടങ്ങ് മാറി. നമുക്ക് മറ്റത് മരുഭൂമിയിൽ ഒരു പൊള്ളണ ചൂടായിരുന്നു, ഇപ്പോൾ അതങ്ങ് മാറി. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ചൂടുണ്ട്, കാരണം ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കണതുകൊണ്ട് നല്ല ചൂടാണ്. കാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല ചൂടടിക്കും മേത്തോട്ട്. പിന്നെ ഗ്യാസിൻ്റെ മണം എപ്പോഴും ഉണ്ട്, ഗ്യാസ് കത്തുന്ന മണം. കാരണം എപ്പോഴും ഫുള്ള് ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്യാസിൻ്റെ മണമുണ്ട്. ഇതൊരു നല്ലൊരു പ്രതിഭാസമായിരുന്നു കേട്ടോ. ഇത് കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നല്ലൊരു മിസ്സിങ് ആയേനെ ഈ ട്രിപ്പിൽ. നമ്മൾ നടന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കുന്നിൻ്റെ മണ്ടയിൽ വന്നപ്പോൾ രാത്രിയിൽ കാണുന്നതാണിത് വ്യൂ. അതിൻ്റെ അങ്ങേരത്ത് കാണുന്നത് നമ്മൾ താമസിക്കുന്ന ടെൻറ്റ്. ഇതിലേക്ക് രാത്രി വണ്ടികൾ പോകുന്നുണ്ട്, അതിൻ്റെ വെട്ടാണ്. നൈറ്റ് റൈഡൊക്കെ ആൾക്കാർ പോകണേ, പരന്നിങ്ങനെ കിടക്കുവാണ്. ഇതാണ് അതിൻ്റെ നൈറ്റ് വ്യൂ.